ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പൊ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിനെയാണ് കാണിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ നേരെ കാർ ഷോറൂമിലേക്ക് ചെന്നു. എന്നിട്ട് നമ്മുടെ സുധീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സുധി ആകെപ്പാടെ ഞെട്ടിപ്പോയി കേട്ടോ. അങ്ങനെ സുധി പറഞ്ഞു, എൻ്റെ പൊന്നു ശ്രുതി, ഞാനിപ്പോൾ അവിടുത്തെ കാർ ഷോറൂമിലല്ല, വേറൊരു കാർ ഷോറൂമിലാണ് ഉള്ളത്. അതുകൊണ്ട് നീ ദയവ് ചെയ്ത് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അതെന്തിനാ ഞാൻ ഇപ്പൊ പോകുന്നത്, ഞാൻ അകത്തേക്ക് കയറി ചെന്നിട്ട് ഞാൻ സുധിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും ഞാൻ ഒന്ന് പരിചയപ്പെടട്ടെ, എല്ലാവരും എന്നെ അകത്ത് കയറ്റി സ്വീകരിച്ചിരുത്തും സുധിയുടെ ഭാര്യയാണെന്ന് പറയുവാണെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ സുധി മനസ്സിൽ വിചാരിക്കുന്നത്, എൻ്റെ ഈശ്വര, അങ്ങനെ അങ്ങാണ് ഇവള് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടുള്ള കാലി ശ്രുതിയോടും കൂടി തീർക്കും. ഒരിക്കലും അവൾ അതിനകത്തേക്ക് കയറി ചെല്ലാൻ പാടില്ല. അതിനു മുമ്പ് അവളെ പുറത്താക്കിയിട്ട് അവളെ അവിടുന്ന് പറഞ്ഞയക്കണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി ചോദിക്കുന്നത്, എന്താ ശ്രുതി ഒന്നും മിണ്ടാത്തത്? അത് പിന്നെ ശ്രുതി, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകുന്നതല്ലേ നല്ലത്? നീ ആദ്യമായിട്ടല്ലേ ആ കാർ ഷോറൂമിലേക്ക് വരുന്നത്, അപ്പൊ നീ എൻ്റെ കൂടെ വേണ്ടേ? നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോയാ പോരെ? പിന്നെന്തിനാ ഇപ്പൊ ശ്രുതി തന്നെ പോകുന്നത്? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉടനെ തന്നെ ഒരു ദിവസം ഒരുമിച്ച് കാർ ഷോറൂമിലേക്ക് പോകാം. ഞാൻ നിന്നെ കൊണ്ടുപോയി ഇത് എൻ്റെ ഭാര്യയാണ് എന്ന് പരിചയപ്പെടുത്തുമ്പോഴല്ലേ എനിക്ക് എന്താ പറയുക, ഒരു ക്രെഡിറ്റ് ഉണ്ടാകണത്, എനിക്ക് ഒരു സന്തോഷം ഉണ്ടാകണത്. അതല്ലേ നല്ലത്, ഞാനല്ലേ നിന്നെ പരിചയപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞപ്പം, ആണോ സുധി? അതേന്നേ, പെട്ടെന്ന് ഇറങ്ങിക്കേ, പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബ്യൂട്ടി പാർലറിലേക്കോ വീട്ടിലേക്കോ എവിടെയാന്ന് വെച്ചാൽ പൊക്കോ. ഞാൻ ഏതായാലും ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ, കുറച്ച് ലേറ്റ് ആകും. അതുകൊണ്ടല്ലേ ശ്രുതി, അതുകൊണ്ട് മോള് ഞാൻ പറയുന്ന കേക്ക്, മോൾ അവിടെ നിന്ന് പൊക്കോ എന്നിങ്ങനെ പറഞ്ഞപ്പം, ആണോ എങ്കിൽ പിന്നെ ശ്രുതി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പൊക്കോളാം. ഏതായാലും വന്നാൽ പിന്നെ നമുക്ക് ഉടനെ ഒരു ദിവസം തന്നെ വരാം അല്ലേ? വരാന്നേ, ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ, മോള് പൊക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ ദൈവമേ, എന്തൊരാശ്വാസം ഇപ്പം. ഈശ്വര, ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. എന്നെങ്കിലും ഒരു ദിവസം വീണ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കും? ഈശ്വര ഭഗവാനെ, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് നമ്മുടെ ശ്രുതി ഇങ്ങനെ ആ ഒരു പാർക്കിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ശ്രുതി ഒരു ഓട്ടോയിലും അങ്ങ് കയറി പോകുന്നുണ്ട്. ആ സമയം തന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ്. അങ്ങനെ ചന്ദ്ര ഇങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ് ചന്ദ്രയ്ക്ക്. ചന്ദ്ര ഫോൺ കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോയി ഇങ്ങനെ ഫോൺ എടുത്തപ്പോഴത്തേക്കും വേറെ ഏതോ ഒരു അൺനോൺ നമ്പറാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഫോൺ എടുത്തപ്പോൾ ഹലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ കാണിക്കുന്നുണ്ട് ഒരാൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ശ്രുതിയുടെ ശത്രുവായ PA ഉണ്ടല്ലോ, ആ PA ആണ് വിളിക്കുന്നത്. പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയിട്ടോ, കുറേ ദിവസമായില്ലേ PAനെ കാണിച്ചിട്ട്. കോമാ സ്റ്റേജിൽ കിടക്കുന്ന നമ്മുടെ PA ഇല്ലേ, ശ്രുതിയുടെ എല്ലാ സത്യങ്ങളും അറിയാവുന്ന അയാളാണ് വിളിക്കുന്നത്. അയാളെ വിളിച്ചിട്ട്, അതെ ശ്രുതി ഇല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ ശ്രുതി ഇല്ലേന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആരാ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഞാൻ മലേഷ്യയിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഈശ്വരൻ, മലേഷ്യ എന്നാണ് വിളിക്കുന്നത്? മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛനായിരിക്കും അല്ലേ? എൻ്റെ ഭഗവാനെ, ഏതായാലും ഈ ഒരു കോളിന് ഞാൻ കാത്തിരിക്കുമായിരുന്നു. എത്ര ദിവസങ്ങളായിട്ടാണെന്നോ ഞാൻ കാത്തിരിക്കുന്നത്. പിന്നെ ശ്രുതിയോട് ഞാൻ പലതവണ പറഞ്ഞായിരുന്നു കേട്ടോ, അച്ഛനെ ഒന്ന് വിളിക്കുന്ന. ഇപ്പൊ ശ്രുതിക്ക് പഴയ ദേഷ്യമൊന്നുമില്ല, അവക്ക് ദേഷ്യം കുറഞ്ഞു വരുന്നുണ്ട്. ആ ദേഷ്യം മാറ്റിയെടുത്തത് ആരാണെന്ന് അറിയാമോ? ശ്രുതിയുടെ അച്ഛ, ഞാനാ ആ ദേഷ്യം മാറ്റിയെടുത്തത്. പിന്നെ ഉടനെ തന്നെ ഒരു ദിവസം ഞങ്ങൾ മലേഷ്യക്ക് വരാനിരിക്കുക. ശ്രുതിയുടെ അച്ഛ, ശ്രുതിനെ ഞങ്ങൾ പൊന്നു പോലെയാ നോക്കുന്നത്. ശ്രുതിയെ കെട്ടിയ ചെറുക്കനുണ്ടല്ലോ, 3 ഡിഗ്രി ഉള്ളവനാ, 3 ഡിഗ്രി. അവന് നല്ലൊരു ജോലിയുണ്ട്, അവ പൊന്നു പോലെയാ അവളെ നോക്കുന്നത്. ഒന്നുകൊണ്ടും ശ്രുതിയുടെ അച്ഛൻ പേടിക്കണ്ട, തന്റെ മകൾ ഇവിടെ സേഫ് ആയിട്ടിരിപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അതെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാ. അതെ, ഞാൻ ശ്രുതിയുടെ അച്ഛനല്ല, ശ്രുതിയുടെ അച്ഛന് ഹോസ്പിറ്റലിലാണ് ഉള്ളത്, കുറച്ച് സീരിയസ് ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കാണ്. ഇത് ശ്രുതിയുടെ മാമനാ. ഏതായാലും ശ്രുതി വരുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണം, ഞാൻ വിളിച്ചു. ഞാൻ പലതവണ ശ്രുതിനെ വിളിക്കാൻ നോക്കിയാലും ശ്രുതി ഫോണൊന്നും എടുക്കണില്ല. ഏതായാലും ഇന്നയാള് വിളിച്ചു എന്ന് പറഞ്ഞാൽ മതി, ശ്രുതി വരുമ്പം ഒന്ന് പറഞ്ഞേക്കോ. അതിനിപ്പോ എന്താ, പറഞ്ഞേക്കാം. അതെ ഫോൺ കട്ട് ചെയ്യല്ലേ. അല്ല, ശ്രുതിയുടെ അച്ഛന് എന്ത് പറ്റിയെന്നാ പറഞ്ഞത്? അത് കുറച്ച്
ഷുഗറും BP അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുമായിട്ടാണ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉള്ളത്. ആണോ? ആ ആ ആ ആ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ശ്രുതിയുടെ അച്ഛനോടൊന്ന് സംസാരിക്കണം എന്നുണ്ട്, ഒന്ന് ഫോൺ കൊടുക്കുവോ പ്ലീസ്? ഒരു വാക്ക് ഞാൻ സംസാരിച്ചോട്ടെ. അയ്യോ, അതിനിപ്പോൾ സംസാരിക്കാൻ പറ്റിയ കണ്ടീഷനല്ല മേഡം. സംസാരിക്കാൻ പറ്റിയ കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഞാൻ വിളിക്കാൻ പറയാം. ഏതായാലും ശ്രുതി വരുമ്പോൾ ഒന്ന് കാര്യം ഒന്ന് പറഞ്ഞേക്ക്. എങ്കിൽ പിന്നെ ശരി എന്നാലെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഫോണ് കട്ട് ചെയ്തു. ഇയാൾ ഫോണ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയാണ് നിലത്തുമല്ല ആകാശത്തും അല്ലാത്ത രീതിയിൽ, അയ്യോ ഇനി എന്താ ഈശ്വരൻ ചെയ്യുന്നത്? എനിക്ക് എന്തോ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഈ സന്തോഷം ഇവിടെ ആരോടും പറയണ്ട, ഇവിടെ ഉള്ളവർക്കെല്ലാം അസൂയ തോന്നും. അതുകൊണ്ട് പെരയ്ക്കകത്ത് കയറി വാതിൽ അടച്ചിരിക്കാന്നും പറഞ്ഞുകൊണ്ട് നേരെ റൂമിനകത്ത് കയറി വാതിൽ അടച്ചിരിക്കുകയാണ് കേട്ടോ. എന്റെ ഭഗവാനെ, ഞാൻ നിന്നെ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ ഇതൊക്കെ സംഭവിച്ചല്ലോ. ഇനിയിപ്പം കോടീശ്വരന്റെ അമ്മയല്ലേ ഞാൻ. അയാൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് തട്ടിപ്പോകുമായിരിക്കുമോ? എന്തോ സീരിയസ് ആണെന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനെ തട്ടിപ്പോവുകയാണെങ്കിൽ അയാളുടെ മലേഷ്യയിലുള്ള എല്ലാ സ്വത്തുക്കളും എന്റെ മകനല്ലേ കിട്ടാൻ പോകുന്നത്. എനിക്ക് വയ്യ. എന്നിട്ട് വേണം എല്ലാവരുടെയും മുമ്പിലൊന്ന് തല ഉയർത്തിപ്പിടിച്ച് നടക്കാന്. ഈ ചന്ദ്ര ആരാണെന്ന് കാണിച്ചു കൊടുക്കാന്. കോടീശ്വരന്റെ അമ്മയായിരിക്കും പിന്നെ ഈ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് പല കാര്യങ്ങളും ആലോചിച്ച് കൂട്ടാണ്. എന്നിട്ടാണ് ഏതായാലും ശ്രുതിമോളെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നേരെ ശ്രുതിനെ വിളിക്കുന്നത്. അങ്ങനെ ശ്രുതിനെ വിളിച്ച ഉടനെ എന്താ ആന്റി എന്ന് പറഞ്ഞ് ശ്രുതി ചോദിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, മോളുടെ മാമനില്ലേ, മോളുടെ മാമൻ. ആ, എന്റെ മാമനോ? എന്റെ ഏത് മാമൻ? എന്താ ആന്റി പറയുന്നത്? മോളുടെ മാമന് മോള് മറന്നുപോയോ? അച്ഛനോട് ശത്രുതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കളൊക്കെ ശത്രുത ഉള്ളവരായിട്ടാണോ കാണുന്നത്? അങ്ങനെയൊന്നും കാണരുത് കേട്ടോ. മോളുടെ മാമൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മാമനോ? ആ, മോളുടെ മാമൻ. എന്താ മോള് മറന്നുപോയോ? ആരുമായിട്ട് വിളിയും പറച്ചിലൊന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ മറക്കും. മോളുടെ മാമൻ വിളിച്ചിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. മോളോട് അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. ആണോ അമ്മേ? ഏത് നമ്പറിൽ നിന്നാ എന്റെ മാമൻ വിളിച്ചത്? അത് നമ്പർ ഏതാന്ന് ചോദിച്ചാല് ഒരു അൺനോൺ നമ്പർ എന്നും പറഞ്ഞാ വന്നിരിക്കുന്നത്. നമ്പർ ഒന്നും ഞാൻ കണ്ടില്ലെന്നേ. ആണോ? എങ്കിൽ പിന്നെ അമ്മ ഇനി ആര് വിളിച്ചാലും, സോറി ആന്റി, ഇനി ആര് വിളിച്ചാലും ഫോൺ എടുക്കരുത് കേട്ടോ. അതെന്താ മോളെ ഫോൺ എടുക്കാത്തത്? അവര് വല്ലതും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഫോൺ എടുക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? മോളെ, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക. ആന്റി, ആര് വിളിച്ചാൽ ഇപ്പൊ തൽക്കാലം ഫോൺ എടുക്കണ്ട, ബാക്കി കാര്യം ഞാൻ അവിടെ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഏതായാലും ശ്രുതി വല്ലാണ്ട് പേടിച്ചു പോയിട്ടോ. കാരണം ആരാണ് ഈ മാവനെന്ന് നമ്മുടെ ശ്രുതിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം അറിയാവുന്ന ഒരേ ഒരാളെ ഉള്ളൂ, നമ്മുടെ മീര അല്ലെങ്കിൽ പിന്നെ അത് ആരായിരിക്കും? ഒരിക്കലും ആ പുള്ളിക്കാരനാണെന്ന് ചിന്തിക്കുന്നില്ല. പുള്ളിക്കാരൻ കോമാ സ്റ്റേജിൽ കിടന്നുകൊണ്ട് വിളിക്കില്ലല്ലോ. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്ക്. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രൻ അതിമറന്നിരിക്കുമ്പോഴാണ് പലിശക്കാര് കയറി വരുന്നത്. പലിശക്കാര് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പൈസ കൊടുത്തില്ലാത്തത് കൊണ്ടാട്ടോ വരുന്നത്. അങ്ങനെ പലിശക്കാര് കയറി വന്ന് ഇങ്ങനെ എത്തി വലിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്രയുടെ കണ്ണിൽ തന്നെയാണ് പെടുന്നത്. അപ്പൊ ചന്ദ്ര ഇങ്ങനെ നോക്കിയിട്ട് ആരാ എന്നിങ്ങനെ ചോദിച്ചു. നിങ്ങൾ ആരാ ഈ ചോദിക്കാതെ പറയാതെ കയറി വരുന്നതെന്ന് ചോദിച്ചപ്പോ ആരാ ചോദിക്കാതെ പറയാതെ കയറി വന്നത്? ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഓർത്തത്. ശ്രുതിയുടെ മാമനാണോ? അയ്യോ, മലേഷ്യയിൽ നിന്ന് മാമൻ വന്നതായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മലേഷ്യയിൽ നിന്ന് മാമനോ? ഇത് മലേഷ്യയിൽ നിന്ന് മാമനൊന്നും അല്ല, ഇതേ ഞങ്ങള് എവിടെന്നാ വന്നതെന്ന് നിങ്ങക്ക് അറിയണോ? ഫൈനാൻസർ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. അല്ല, പലിശ കൊടുക്കാനുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ വിളിച്ചിട്ടും ഇതുവരെ എന്തേ പൈസ കൊണ്ട് തരാതിരുന്നത്? അതുകൊണ്ട് അത് അറിയാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ട് അദ്ദേഹം വിട്ടത്, ഞങ്ങളുടെ ബോസ് വിട്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈശ്വരാ, മിണ്ടരുത്. അയ്യോ, പൈസയും കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. ദേവി, ഇത് നിങ്ങൾ ഇവിടുന്ന് പൊക്കോ, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. അത് പിന്നെ ഞങ്ങളേതായാലും ഇവിടം വരെ വന്നതല്ലേ, ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കുറച്ച് വെള്ളം വേണം കുടിക്കാൻ. വെള്ളമോ? ഇവിടെ വെള്ളമൊന്നുമില്ല. വെള്ളം അപ്പുറേ കടയിൽ കാണും, അല്ലെങ്കിൽ ഇവിടുന്ന് തിരിഞ്ഞ് അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ പോയി ചോദിക്കുക. നിങ്ങൾ എന്തൊരു സ്ത്രീയാ, കുറച്ച് വെള്ളം ചോദിച്ചപ്പോ ആ വെള്ളം പോലും തരുന്നില്ല. അതെ, ഞങ്ങളുടെ മുതലാളി എത്ര ലക്ഷം രൂപ തന്നിട്ടാ നിങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാലോ. അതുകൊണ്ട് ഏതായാലും കൊള്ളാം, വെള്ളം പോലും തരാത്ത നിങ്ങളെ. അയ്യോ, അതുങ്ങൾ അറിഞ്ഞോണ്ടല്ല വെള്ളം തരാത്തത്. എന്നാ പിന്നെ ഞാൻ പോയി എടുത്തിട്ട് വരാം, നിങ്ങൾ ഇവിടെ നിന്നാ മതിയേ, അങ്ങോട്ടേക്ക് കയറി വരരുതേ, വെള്ളമല്ലേ നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പൊ ഞാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് പേടിച്ചു വിറച്ചാണ് കേട്ടോ പോകുന്നത്. പേടിച്ചു വിറച്ച് പോകുമ്പോഴത്തേക്ക് നമ്മുടെ
രവീന്ദ്രൻ അവിടെ നിപ്പുണ്ടായിരുന്നു. രവീന്ദ്രനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്കൊരു ഭയം. ചന്ദ്രനെ കണ്ട ഉടനെ രവീന്ദ്രന് ഒരു പന്തികേട് തോന്നിട്ട് രവീന്ദ്രൻ ചോദിച്ചു, എന്താടീന്ന് ചോദിച്ചപ്പോ, ഒന്നുമില്ല രവിയേട്ടാ, രവിയേട്ടൻ ഇവിടെ ഇരുന്നോ, ഞാനേ വെള്ളം എടുക്കാൻ പോവാ. വെള്ളം എടുക്കാനോ? എന്തിന്? കുടിക്കാനോ? എന്നാ നീ പോയി വെള്ളം എടുക്കുക എന്ന് പറഞ്ഞ് രവീന്ദ്രനെ അങ്ങനെ ഒരു കൂസലും ഇല്ലാതെ വിട്ടു. അങ്ങനെ വെള്ളം എടുത്തോണ്ട് ഇങ്ങനെ പതുക്കെ വന്ന് രവീന്ദ്രനെ നോക്കി വരികയാണ്. അതുപോലെ പുറത്തും നോക്കിയാ വരുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം നിലത്ത് വീണു കേട്ടോ. നിലത്ത് വെള്ളം വീണിങ്ങനെ വീണപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എന്താ ചന്ദ്ര ഇത്, നിനക്ക് നോക്കിയും കണ്ടൊക്കെ എടുത്തോണ്ട് പോകത്തില്ലേ, ഇതെന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല രവിയേട്ടാ, കുറച്ച് വെള്ളമല്ലേ, അത് തുടച്ചാൽ പോകൂലോ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങ് പോയിട്ട് ഇവർക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഇവരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അവരെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ചന്ദ്രയ്ക്ക് ആശ്വാസമായത്. എന്നിട്ട് ചന്ദ്ര അവരെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഇനി ഇങ്ങോട്ടേക്ക് വരല്ലോ കേട്ടോ, ഞാൻ കറക്റ്റ് സമയത്ത് അങ്ങോട്ടേക്ക് കൊണ്ട് തന്നോളാം. കുറച്ച് ഡിലേ ആയി പോയത് വേറെ ഒന്നുകൊണ്ടും അല്ല, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഡിലേ ആയി പോയത്. ഏതായാലും ഇനി മുതൽ കറക്റ്റായിട്ട് കൊണ്ടുതരും, ദയവേത് വീട്ടിൽ അന്വേഷിച്ച് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടു. ഈ സമയത്ത് നമ്മുടെ സച്ചിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. സച്ചിനെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അച്ഛമ്മേനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അച്ഛമ്മ ഒരു ചെറിയ സ്വപ്നമൊക്കെ കാണുക കേട്ടോ. സച്ചി അച്ഛമ്മയുടെ അടുത്ത് ചെല്ലുന്നതും അച്ഛമ്മയുടെ അടുത്ത് ചെന്നിട്ട് രേവതിക്ക് വിശേഷമുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ അച്ഛമ്മ സ്വപ്നം കാണുന്ന കേട്ടോ. അത് അച്ഛമ്മ സ്വപ്നം കാണുന്ന ഭാഗങ്ങളാണത് നമ്മുടെ സച്ചിയുടെ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഭാഗം കാണിക്കുന്നുണ്ട്. ഏതായാലും ഈ സ്വപ്നം കണ്ടിട്ട് അച്ഛമ്മയ്ക്ക് വലിയ സന്തോഷമാവാം. അപ്പൊ ഇത് കഴിഞ്ഞാണ് നമ്മുടെ സച്ചിനെ കാണിക്കുന്നത്. സച്ചി വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഇങ്ങനെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുക റൂമിലിരുന്ന്. അപ്പൊ രേവതി വന്നിട്ട് ചോദിക്കുക, എന്തു പറ്റി, പലിശ വല്ലതും കൊടുക്കാനാണോ ഈ പൈസ എന്ന് ചോദിച്ചപ്പം, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലാവും, കാരണമേ ഇതുപോലെ ഇരുന്ന് എണ്ണുമ്പോ പിന്നെ എന്താ വിചാരിക്കുക, ഒരു 100 തവണ ആയില്ലേ, എണ്ണീട്ടും മതി വരുന്നില്ലേ. അത് പിന്നെ രേവതി, പൈസയുടെ ഒരു കാര്യമുണ്ടല്ലോ, അത് നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇതിനിടയിൽ അങ്ങാണം ഒരു 10 രൂപ കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത്ര രൂപ കുറഞ്ഞു പോകൂലേ. അതെ, പൈസയുടെ വില നന്നായിട്ട് അറിയുന്ന ഒരാളാ ഈ നിൽക്കുന്ന സച്ചി. അതുകൊണ്ട് ഇത് എത്ര തവണ എണ്ണിയാലും മതിയാവില്ല. അതുമല്ല പലിശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ബ്ലേഡ് പലിശ അയാൾ മേടിക്കുന്നത്. എങ്ങനെയെങ്കിലും മുതലൊന്ന് കൊടുത്ത് തീർക്കുവാണെങ്കിൽ പിന്നെ ഈ പലിശ കൊടുക്കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അതെ പിന്നെ സച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സച്ചേട്ടാ. എന്ത് കാര്യം ചോദിക്കാനുള്ളത്? നീ ചോദിച്ചോ. അത് പിന്നെ എനിക്ക് വീട് വരെ പോകാൻ ഒരു ചെറിയ ആഗ്രഹം തോന്നുക. അന്ന് വഴക്കൊക്കെ ഉണ്ടായേ പിന്നെ അമ്മേനെ പോയൊന്ന് കണ്ടില്ലല്ലോ. അമ്മേനെയും അനിയനെയും അനിയത്തിനെയൊക്കെ ഒന്ന് പോയി കാണാൻ തോന്നുക. ഏതായാലും സച്ചേട്ടൻ ഇപ്പൊ പലിശ കൊടുക്കാൻ പോവല്ലേ, ഓട്ടോ ഒന്നുമില്ലല്ലോ, എന്നെ ഒന്ന് വീട് വരെ കൊണ്ടുപോകോ? വീട് വരെയോ? അതിനിപ്പോ എന്താ രേവതി, കൊണ്ടുപോകാലോ. നീ എന്ത് ഒരു കാര്യം ചെയ്യാം, നീ പെട്ടെന്ന് ഒരുങ്ങാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി വലിയ സന്തോഷത്തോടു കൂടി ഒരുങ്ങാനൊക്കെ പോവാണ്. അപ്പൊ ഇതേ സമയമാട്ടെ നമ്മുടെ ചന്ദ്ര പലിശ പൈസ എടുത്തുകൊണ്ട് പലിശ കൊടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി തുടങ്ങാണ് കേട്ടോ. അങ്ങനെ പലിശ കൊടുക്കാൻ പോകാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നും ഭാമേനെയും കൂട്ടിയല്ലേ പോകുന്നത്. ഇപ്പൊ ഭാമേനെ വിളിച്ചു, ഭാമേ നീ എവിടെയാ ഭാമേ? എടി ബാടി, നമുക്ക് ആ ഫൈനാൻസറുടെ അടുത്ത് വരെ ഒന്ന് പോകണം, പലിശ കൊടുക്കണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, അത് എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചന്ദ്രേ, ഏതായാലും ഈ പ്രശ്നം നീ തന്നെ പോ. ഞാൻ തന്നെ പോകാനോ? അതിനിപ്പോ എന്താ, ഇപ്പം അയാൾക്ക് നിന്നെ അറിയാലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ ഭാമ അങ്ങ് ഒഴിവായി കേട്ടോ. ഏതായാലും ചന്ദ്ര തന്നെ പലിശ കൊടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി തുടങ്ങുക. അപ്പൊ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അല്ല ചന്ദ്രൻ നീ ഇതെവിടെ പോവാ? അത് പിന്നെ എനിക്ക് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു, ഞാൻ അങ്ങോട്ടേക്ക് പോവാ, എല്ലായിടത്തും പോകുന്ന എല്ലാ സ്ഥലവും നിങ്ങളെ ബോധിപ്പിക്കണമെന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങോട്ട് ബാഗ് വിട്ടോണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ ഇതിന്റെ പുറകെ നമ്മുടെ സച്ചിയും പോവാണ് കേട്ടോ. സച്ചിയും രേവതിയും പോകുന്നുണ്ട്. അങ്ങനെ സച്ചി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛനോട് പറഞ്ഞു, അതെ അച്ഛാ, ഞാനുണ്ടല്ലോ പലിശ കൊടുക്കാൻ വേണ്ടി പോവും, അപ്പൊ ഈ രേവതിക്ക് വീട്ടിലേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ രേവതിനെ ഒന്ന് വീട്ടിൽ ആക്കാനും കൂടിയാ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം, ആണോ, അതിനിപ്പോ എന്താ മോളെ 2 ദിവസം കൊണ്ട് വീട്ടിൽ നിർത്തുവാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ, അങ്ങനെ നിർത്താനൊന്നും പറ്റത്തൊന്നുമില്ല, ആ ഗജാനന്ദൻ അവിടെ ഉണ്ടെങ്കിൽ അത് ശരിയാവില്ല, നിർത്തുന്നൊന്നുമില്ല, ഏതായാലും ഇവിടെ വൈകിട്ട് കൂട്ടിക്കൊണ്ട് വരും. അല്ല അമ്മ എന്ത് ചെയ്യേ, കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, അവളിപ്പോ എങ്ങോട്ടോ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, അപ്പൊ അച്ഛൻ തന്നെയുള്ളോ ഇവിടെ? അച്ഛൻ തന്നെ ഉള്ളെങ്കിൽ എങ്ങനെയാ അച്ഛനെ തന്നെയാക്കിയിട്ട് പോകുന്നത്? എന്റെ പൊന്ന് സച്ചി, ഞാനേ ഇള്ളാപ്പിള്ളയൊന്നും അല്ല, ദേ ഇവിടെ 10-60 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഞാൻ ഒറ്റയ്ക്ക് ആണെന്ന് നീ എന്താ ഈ പറയുന്നത്? ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന എന്താ പ്രശ്നം ഇരിക്കുന്നത്? ദേവി ചെയ്ത് എന്റെ പൊന്ന് സച്ചി, ഇങ്ങനെ നീ എന്നെ തരം താഴ്ത്തി കാണരുതേ. ഈ അച്ഛൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല, നീ രേവതിനെയും കൊണ്ട് പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതിനെയും കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഫ്രണ്ടിൽ ഇങ്ങനെ പോവാണല്ലോ. നടന്നു പോകുമ്പോൾ രേവതി പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടാ, നമുക്ക് അമ്മേനെയും ഒന്ന് കൂട്ടിക്കൊണ്ട് പോയാലോ
ഏതായാലും അമ്മയ്ക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കാന്ന് പറയുമ്പോൾ എൻ്റെ പൊന്ന് രേവതി വേറെ ആർക്ക് ലിഫ്റ്റ് കൊടുത്താലും ആ സാധനത്തിന് ഞാൻ ലിഫ്റ്റ് കൊടുക്കില്ല. വെറുതെ എന്തിനാ നാണം കിടണത്? ഇതുപോലത്തെ ഉള്ള കാറിലൊന്നും കയറത്തില്ലെന്നേ, വലിയ ലക്ഷറി കാറിലൊക്കെ കയറത്തുള്ളൂ എൻ്റെ അമ്മ. അത് പിന്നെ നിനക്കറിയാലോ. പിന്നെ ഈ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ വായടങ്ങിയിരിക്കത്തില്ല, ഗുണുന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാ വെറുതെ നമ്മുടെ ഉള്ള സമാധാനം കൂടെ കളയണത്? അതിന്റെ കാര്യമുണ്ടോ രേവതി? നിനക്ക് നിന്റെ അമ്മേനെ കാണണമെങ്കിലേ നീ വണ്ടി കയറ, നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിയും വണ്ടി കയറി അങ്ങ് പോവുകയാണ്. അപ്പൊ ഇതിനിടയിൽ വേറൊരാളെ കാണിക്കുന്നുണ്ട്, നമ്മുടെ ശരത്തിനെ. നമ്മുടെ ശരത്ത് ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു മോഷണമാണോ എന്ന് ചോദിച്ചാൽ മോഷണമല്ല, നമ്മുടെ ശരത്തിനൊരു ചെറിയ പ്രതികാരമാണ്. ചന്ദ്രയോട് ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി ഒരു പക്ക ഫ്രോഡിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പൊ ചന്ദ്രയോട് പ്രതികാരം എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, എല്ലാവരുടെയും മുമ്പിലിട്ട് വെറുതെ കള്ളനാക്കിയല്ലോ നമ്മുടെ ശരത്തിനെ. അപ്പൊ വെറുതെ കള്ളനാക്കിയത് കൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് ഒരു 8ന്റെ പണി കൊടുക്കണമെന്ന് വിചാരിച്ച് ആ ഒരു ഫ്രോഡിന്റെ കൂടെ, നമ്മുടെ ശരത്തിന്റെ ഒരു കൂട്ടുകാരനാണ്, ആ ഒരു ഫ്രോഡിന്റെ കൂടെ ചന്ദ്രയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി വരികയാണ്. പക്ഷെ ഈ ഫ്രോഡ് എന്ന് പറയുന്നത് ഒരു ഒന്നര ഫ്രോഡാണ് കേട്ടോ, ഒരു കള്ളൻ തന്നെയാണ്. പുള്ളിക്കാരൻ ഒരു ചെറിയ പണി കൊടുക്കാനല്ല, പുള്ളിക്കാരൻ ഈ ഒരു രീതിയിൽ ചന്ദ്രയുടെ കയ്യിലിരിക്കുന്ന ബാഗ്, അതായത് പൈസ മോഷ്ടിക്കാൻ തന്നെയാണ് പുള്ളിക്കാരന്റെ തീരുമാനം. അങ്ങനെ ശരത്തിനെ ഒരു വിധത്തിൽ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ് കേട്ടോ ഇയാള്. ശരത്ത് വേറൊന്നുമല്ല, ശരത്ത് കക്കാനോ മോഷ്ടിക്കാനോ ഒന്നുമല്ല, ചന്ദ്രയ്ക്കിട്ട് ഒരു പണി കൊടുക്കണം. അപ്പൊ ഈ കക്കുന്ന കാര്യം, അതായത് പൈസ തട്ടിപ്പറിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് അത് വേണ്ട, അതിന്റെ കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും, എടാ നീ എന്തിനാണ് ഈ സത്യസന്ധനുമായിട്ട് ഇങ്ങനെ കളിച്ചു നടക്കുന്നത്? സത്യസന്ധമായിട്ട് കളിച്ചു നടന്നിട്ട് നിന്റെ അച്ഛനെ എന്താ പറ്റിയത്? ലാസ്റ്റ് പാവം നിന്റെ അച്ഛൻ ആ KSRTC ബസിന്റെ മുമ്പിൽ ചെന്ന് ചാകേണ്ടി വന്നില്ലേ? അതാ പറയുന്നത്, സത്യസന്ധമായിട്ട് കളിച്ചു നടക്കുന്നവർക്കൊന്നും ഈ സമൂഹത്തിൽ ഇപ്പം ജീവിക്കാൻ പറ്റില്ല. കണ്ടില്ലേ രാഷ്ട്രീയക്കാരൊക്കെ, അവരൊക്കെ എല്ലാം സത്യമാണോ പറയുന്നത്? അതുകൊണ്ട് കുറച്ച് നമ്മൾ നന്നായിട്ട് ലെവലിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് കള്ളത്തരമൊക്കെ കാണിക്കണോടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ശരത്തിനെ പ്രലോഭിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ച ആ സ്ത്രീയെ നീ വെറുതെ വിടാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഈ പൈസ കൊണ്ട് തന്നെയല്ലേ നിന്നെ അപമാനിച്ചത്? അപ്പൊ ഈ പൈസ ആ പുള്ളിക്കാരുടെ നിന്ന് നഷ്ടപ്പെടണം, എന്നാലേ ആ പുള്ളിക്കാരി അതിന്റെ വില അറിയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്കാർക്കും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കൂടാതെ നിങ്ങളെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇന്നും കൂടെ മാത്രമാണ് നമ്മുടെ രേവതിനെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, രേവതിനെ നിങ്ങൾക്ക് ഇന്നും കൂടെ കാണാൻ സാധിക്കത്തുള്ളൂ. എന്നും രാവിലെ പതിവ് പോലെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ചിഹ്നമായിട്ട് കഥ പറയാൻ എത്തുന്നതായിരിക്കും. ആരും മിസ് ചെയ്ത് കളയരുത് കേട്ടോ. രേവതി ഇല്ലാന്ന് പറഞ്ഞ് എന്നെ ആരും മറക്കരുത്. രേവതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ വരുമല്ലോ അല്ലേ? വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് വരാൻ പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിട്ട് വൈകിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.